ഇന്ന് സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാടി? നമ്മുടെ ടീം ഫൈനലിൽ എത്തിയ ദിവസമല്ലേ? ഫൈനലിൽ എത്തിയിട്ടല്ലേ ഉള്ളൂ. ജയിച്ചിട്ട് പറ. ജയിക്കും, ഈ തവണ ഉറപ്പാ. സാം ടീമിലുള്ളപ്പോ നമ്മൾ ജയിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. ക്വാർട്ടറിലും സെമിയിലും സാമിന്റെ കളി കണ്ടതല്ലേ നീ? ഹീസ് എ ബ്രില്യൻ പ്ലെയർ. അവൻ മാത്രം മതിയുടെ എനിക്ക്. അവനെ വെച്ചോണ്ട് തന്നെ ഞാൻ ഈ ഫൈനലിൽ ജയിക്കും. ഓവർ കോൺഫിഡൻസ് വേണ്ട. ആ ഫെലിക്സും സെന്റ് സേവിയേഴ്സും തന്നെ ആവും ചിലപ്പോ ഓപ്പോസിറ്റ് വരിക. വരണം, അവര് തന്നെ വരണം. അവരെ തോൽപ്പിക്കുമ്പോഴാ ശരിക്കും ത്രില്ല് അല്ലേ നീതു? ഇവളെന്താ കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെ? എന്ത് പറ്റി നീതു? ഒന്നുമില്ല. ഫെലിക്സ് പറഞ്ഞ എത്ര ശരിയായി. ഇന്നലെ വന്ന അവൻ സ്റ്റാർ ഓഫ് ദ ടീം. വർഷങ്ങളായി കളിക്കണം നമ്മളൊക്കെ വെറും സ്പേഡുകള്. എല്ലാ കോച്ച് പ്ലാൻ ചെയ്താ നമ്മളൊന്നും ഇല്ലാതാക്കാൻ. അയാൾ നമ്മളോട് റിവെഞ്ച് തീർക്കുക. അത് സമ്മതിക്കരുത്. അവൻ നാളെ ഫൈനൽ കളിക്കാൻ പാടില്ല. കളിച്ച അവനാവും ഇനി സ്കൂളിലെ ഏറ്റവും വലിയ ഹീറോ. ഇല്ല, അവൻ ഫൈനൽ കളിക്കില്ല. നമ്മൾ കളിപ്പിക്കില്ല. എങ്ങനെ? അതാ ആലോചിക്കേണ്ടത്. അവൻ നാളെ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പാടില്ല. സൂത്രത്തിൽ അവന്റെ കാല് തല്ലിയൊടിക്കാൻ എന്തെങ്കിലും പണി ഒപ്പിച്ചാലോ? ഏയ്, അത് ശരിയാവില്ല. ആ കോച്ച് നമ്മളെ തന്നെ സംശയിക്കും. പിന്നെ എടാ കുശി, നീയല്ലേ പറഞ്ഞത് അവള് ലവ് ട്രാജഡിയിൽ നടക്കാണെന്ന്? ആ, ഗേൾസിന്റെ ഇടയിൽ നിന്ന് കിട്ടിയതാ ന്യൂസ്. അവൾക്കിപ്പോ സാമിനോട് ഭയങ്കര ദേഷ്യ. എടാ, അവള് നമ്മുടെ ചൂണ്ടെ കുത്തു. എന്താ? എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. വർക്കൗട്ട് ആയ അവൻ പിന്നെ ഈ സ്കൂളിൽ കാണില്ല. പക്ഷേ അവള് നമ്മുടെ കൂടെ നിൽക്കണം. കാര്യം പറ. പറയാം. इश्क इश्क करना है कर ले, इश्क इश्क में झीले मर ले, इश्क इश्क ना हो तो आला। इश्क ही तो जिंदगी है, इश्क ही तो हर खुशी है, इश्क में तुझको बुला के छू। സാം, 1 മിനിറ്റ്. എനിക്ക് സംസാരിക്കാനുണ്ട്. സാം എന്നോട് മിസ്ബിഹേവ് ചെയ്തു. ഞാൻ വെറുതെ സംസാരിക്കാൻ വിളിച്ചതാ. കറണ്ട് പോയപ്പോ സാം എന്നെ What are you guys doing here? Go back! Who asked you to come here? I want you to go back! Go back! Go to seats! Go back! Go back and sit! Go! Yes! Sir, what are you thinking? May I issue the dismissal order? യെസ്, ഡിസ്മിസ് ചെയ്യണം. അത് തന്നെയാ വേണ്ടത്. ബട്ട് വിജയ് പറഞ്ഞതുപോലെ എന്താ റിയലൈസ് Sir, he is mad of damn football. ആ കുട്ടി ഇയാളുടെ നീസാണെന്ന് പോലും ഇയാൾ കൺസിഡർ ചെയ്യുന്നില്ല. മാത്രല്ല സർ, ഇക്കാര്യം ഏതെങ്കിലും പെൺകുട്ടി കള്ളം പറയൂ? അതും മറ്റു സ്കൂളിലെ സ്റ്റുഡൻസിന്റെ സ്റ്റാഫിന്റെ മുമ്പിൽ വെച്ച്. ഇത് നമ്മുടെ സ്കൂളിന് തന്നെ ഇൻസൾട്ട് ആയിപ്പോയി സർ. ഞാൻ അന്നേ പറഞ്ഞതാ നമ്മുടെ സ്കൂളിന്റെ ഡിഗ്നിറ്റിക്ക് അവൻ ചേരില്ല എന്ന്. അപ്പം മെറഡോണിയ പെലയാ എന്നൊക്കെയായിരുന്നില്ലേ ആർഗ്യുമെന്റ്? ഒരു സ്ട്രീറ്റ് ബോയ് സ്ട്രീറ്റിന്റെ കൾച്ചറെ കാണിക്കൂ. ശരിയാ, നിങ്ങൾ പറയുന്ന എല്ലാം ശരിയാ. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്കും ഗാർഡിയൻ എന്നുള്ള നിലയ്ക്കും നിങ്ങളെക്കാൾ മുൻപ് ഈ നിലപാടെടുക്കേണ്ടയാൾ ഞാനാ. ബട്ട് പിന്നെന്താ ബട്ട്? സർ, പ്ലീസ് സർ, എനിക്ക് സാറിനോട് പേഴ്സണലായി സംസാരിക്കണം.
ഓക്കെ പ്ലീസ്. സർ, അവനെ കളിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. കളിയല്ല ഇമ്പോർട്ടന്റ്, അതെനിക്കറിയാം. എന്തോ എവിടെയോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. നീതു കള്ളം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പാവപ്പെട്ടവനായി പോയതുകൊണ്ട് മാത്രം ഒരാൾക്ക് കൾച്ചറില്ലാതാവുന്നില്ല സർ. ബട്ട് വിജയ്, ഐ ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. സർ, ഡിസ്മിസ് ചെയ്തോളൂ, ഓർഡർ ഇട്ടോളൂ. പക്ഷെ ആ ഡിസ്മിസൽ ഓർഡർ കളി കഴിയുന്നവരെ ഗ്രൗണ്ടിൽ എത്തരുത് സർ. എന്റെ കയ്യിൽ കിട്ടരുത് പ്ലീസ്. ഒരുപക്ഷെ ചെയ്യാത്ത തെറ്റിനാണ് അവൻ ഡിസ്മിസ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഈ കളി നമുക്ക് അവന് നൽകാൻ പറ്റുന്ന ഒരേ ഒരു ജസ്റ്റിസാ. സാർ, സാമെന്താ ജേഴ്സി ഇടാത്തെ? ഗോ ആൻഡ് ഗെറ്റ് റെഡി. കളി തുടങ്ങാൻ സമയമായി. സാറ് കരുതുണ്ടോ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്യുമെന്ന്? വേണ്ട, ഒന്നും പറയണ്ട. കളി കളി മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ മനസ്സിൽ. ചെന്ന് റെഡിയാവ്. സാർ, ഞാൻ പറഞ്ഞു കേട്ടില്ലേ? കമോൺ, ഗോ ഗോ. ഈ സ്കൂളിൽ എന്താ ഓരോരുത്തർക്കും ഓരോ നിയമോ? ഫെലിക്സിനൊക്കെ വലിയ കുറ്റം ഇവൻ ചെയ്ത്, എന്നിട്ടെന്താ ഇവനെ ഡിസ്മിസ് ചെയ്യാത്ത? പറയേണ്ടത് ഞാനല്ല, പ്രിൻസിപ്പലാ. ചെന്ന് ചോദിക്കേ. ഒന്നുമില്ലെങ്കിൽ ആ കുട്ടി സാറിന്റെ നീസല്ലേ? ആ കുട്ടിയുടെ കാര്യത്തിൽ നീയൊന്നും വിഷമിക്കണ്ട. ഇതിനൊരു തീരുമാനമാവാതെ അവനെ കളിപ്പിക്കാൻ സ്റ്റുഡൻസ് ആരും സമ്മതിക്കില്ല. ഏത് സ്റ്റുഡൻസ്? പറ, ഏത് സ്റ്റുഡൻസ്? അവന്റെ ഡിസ്മിസൽ ഓർഡർ എന്റെ കയ്യിൽ കിട്ടാത്തടത്തോളം അവൻ ഈ സ്കൂളിലെ സ്റ്റുഡന്റ് തന്നെയാണ്. നിങ്ങളെ പോലെ അവൻ കളിക്കും. ഏത് സ്റ്റുഡൻസ് എതിർത്താലും അവൻ ഇന്ന് കളിക്കും. അണ്ടർസ്റ്റാൻഡ്?